ഞാനും ശരത്തേണ്ണും പച്ചക്കറി തൈകൾ അന്വേഷിച്ച് ഇറങ്ങിയതായിരുന്നു കേട്ടോ. 2-3 സ്ഥലത്ത് നോക്കി, നല്ലത് കിട്ടിയില്ല. ഒടുവിൽ ഇവിടെയാണ് എത്തിപ്പെട്ടത്. ഇതതിൻ്റെ എൻട്രൻസ് ആണ്. ചെന്ന് കാണുമ്പോൾ തന്നെ വലിയൊരു കവാടം. അപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയിട്ടുണ്ടാവും. ചെടി നല്ലൊരു നഴ്സറിയിലേക്കാണ് എത്തിയേക്കുന്നത്. ഫസ്റ്റ് കാണുന്നത് തന്നെ പൂച്ചെടികളുടെ ഒരു സെക്ഷനാണ് കേട്ടോ, സൈഡിൽ കാണുന്നത്. പിന്നെ ആ ദൂരേക്ക് കാണുന്നത് മുഴുവൻ ചിക്കു, മാവ്, തെങ്ങ് അങ്ങനത്തെ സംഭവങ്ങളാണ് നിരത്തി വെച്ചേക്കുന്നത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ മെയിൻ മീൻസ് നടുവിലുള്ള വഴി. ഈ 2 സൈഡിലേക്കായിട്ട് ടെൻറ്റ് പോലെ അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് ചെടികൾ വെച്ചേക്കുന്നത്. പക്ഷേ സങ്കടം എന്താണെന്ന് വെച്ചാൽ പച്ചക്കറി തൈകൾ അവിടെ വളരെ കുറവായിരുന്നു. പയറ്, വഴുതനങ്ങ, മുളക്, കാന്താരി, പിന്നെ ബ്രോക്കോളി, ക്യാബേജ്, ഇത്രയും ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും കുഴപ്പമില്ല. ഒരു 4 വെണ്ട, 4 പയറൊക്കെ വാങ്ങിയിട്ട് വന്നു. പക്ഷെ അതിനേക്കാൾ എന്നെ കൂടുതൽ ആകർഷിച്ചത് ഈ കാണുന്ന സംഭവമാണ്. കണ്ടോ, ഇൻഡോർ ആന്തൂറിയം. ഞാൻ ആന്തൂറിയം കണ്ടിട്ടുണ്ടെങ്കിലും ഇൻഡോർ ആന്തൂറിയം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ ആന്തൂറിയം വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇൻഡോർ ആന്തൂറിയം ആദ്യമായിട്ടാണ്. ഇതും പല കളേഴ്സ് ഉണ്ട്. ഓറഞ്ച്, പിങ്ക്. ഇതിനേക്കാളും അടിപൊളിയായിട്ടുള്ള വേറൊരു സംഭവമുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ കാണാം. ഇത് കലാഞ്ചിപ്പൂ. കലാഞ്ചി പല വെറൈറ്റീസ് ഇങ്ങനെ നിരത്തി വെച്ചേക്കുവാണ്. എന്താ, ഇത് ഒരു റോസ് കളർ, പിന്നെ ഒരു മഞ്ഞ, ഓറഞ്ച്. എഗെയിൻ എന്നെ ഏറ്റവും അട്രാക്ട് ചെയ്ത ഈ കളർ ആന്തൂറിയാണ് കേട്ടോ. പക്ക ഓറഞ്ച്, വളരെ ബ്യൂട്ടിഫുൾ ആണ് കാണുമ്പോൾ. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് വൈറ്റ് ഉണ്ട്. വൈറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞ എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, എനിക്കിഷ്ടപ്പെട്ടത് ആന്തൂറിയൻ ലില്ലി. ഈ കണ്ട പിങ്ക് ആണ് ആന്തൂറിയൻ ലില്ലി കേട്ടോ. പിന്നെ ഈ കാണുന്ന മഞ്ഞ ആന്തൂറിയം. ഈ ഒരു സെക്ഷൻ എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തു. ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു 2-3 സെക്ഷൻ A, B ബ്ലോക്കുകളൊക്കെ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഫുൾ ഇൻഡോർ പ്ലാന്റ്സ്. അല്ല, എന്നെ അത് കണ്ടപ്പോൾ തന്നെ ശരത്തേണ്ണ മനസ്സിലായി എനിക്കത് ഇഷ്ടപ്പെട്ടു എന്ന്. എങ്ങനെയെന്നറിയില്ല, ആൾ മനസ്സിലായിക്കൊണ്ട് എന്നോട് പറഞ്ഞു ഇഷ്ടപ്പെട്ടോ എടുത്തോളാൻ പറഞ്ഞു. സോ ഞാൻ ആ ഓറഞ്ച് ആന്തൂറിയം കൈക്കലാക്കി. പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മൾ ഇൻഡോറിൽ സെറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് തന്നെയാണ്. മുഴുവൻ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഞാൻ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ മേഖലയിലേക്ക് മാത്രമേ പോയിട്ടുള്ളൂ. ഇത് കവർ ചെയ്യുകയാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് ഏരിയ ഉണ്ട് ഈ ഫാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം നല്ലൊരു വീഡിയോ ഇതിനെപ്പറ്റി ഇട്ട് തരാം. പിന്നെ എനിക്ക് ചട്ടിക്കുരുമുളക് എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അത് എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾ അന്വേഷിച്ചു. പിന്നെ ഈ അരേക്കാപ്പാം ടേബിൾ ഫാം എന്ന് പറഞ്ഞ സാധനം, എനിക്ക് ഈ അരേക്കാപ്പാമും ടേബിൾ ഫാമും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാനത് വാങ്ങിയില്ല. കാരണം അതിനേക്കാൾ കുറച്ച് കൂടുതൽ സാധനങ്ങൾ കുറച്ച് തൈകൾ ഞാൻ അവിടെ നിന്ന് വാങ്ങി. ഒന്നാമത് ഇൻഡോർ പ്ലാന്റ് 2 എണ്ണം ഇൻഡോർ പ്ലാന്റ് വാങ്ങി. ഒരു മൂൺഷൈൻ എന്ന് പറഞ്ഞ പ്ലാന്റും പിന്നെ ആന്തൂറിയം. അപ്പോൾ ആ ഓറഞ്ച് കളറിന് ആന്തൂറിയം ഞാൻ സ്വന്തമാക്കിയല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ കാണുന്ന മോൺസ്റ്റർ, അങ്ങനെ കുറേ ഇൻഡോർ പ്ലാന്റ്സ്. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെയും ഇതും ഈ ഒരു വെറൈറ്റി മുഴുവൻ. ഇതാണ് നമ്മുടെ ചട്ടിക്കുരുമുളക്. ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടൊക്കെ ഉണ്ട്. ഇത് ഇങ്ങനെ ഒരുപാട് തിങ്ങി നിറഞ്ഞുണ്ടാവും ഇവർ പറഞ്ഞത്. സോ നമ്മൾ എന്ത് ചെയ്തു, ഒരു 2-3 ചട്ടിക്കുരുമുളകിൻ്റെ തൈ പിക്ക് ചെയ്തു. ഇതാണ് ചട്ടിക്കുരുമുളകിൻ്റെ തൈകൾ. മറ്റേ വള്ളിക്കുരുമുളകും ഉണ്ട് കേട്ടോ. തൊട്ടപ്പുറത്ത് വള്ളിക്കുരുമുളക് വെച്ചിട്ടുണ്ട്. ഇതിലൊരു 2 എണ്ണം ഞങ്ങൾ എടുത്തു. ഇത് നല്ലൊരു ചട്ടി തന്നെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ഉണ്ടാവും എന്ന് പറഞ്ഞു. അതിന് കാര്യമായിട്ട് നമ്മൾ എല്ലുപൊടി അങ്ങനെയുള്ളതൊക്കെ തന്നെ ഇട്ട് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. റംബൂട്ടാൻ്റെ തൈകൾ, ഇതൊക്കെ തൈകളാണ്, ചെറിയ ചെറിയ തൈകളാണ്. പിന്നെ ഇപ്പുറത്തെ കുറച്ച് വലിയ തൈകളുണ്ട് റംബൂട്ടാൻ്റെ. ഇതാണ് ഞാൻ പറഞ്ഞ വള്ളിക്കുരുമുളക്. കണ്ടോ, വള്ളിക്കുരുമുളകിന് കളറ് പോരാ. എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ തോന്നി, കളർ കുറച്ച് കുറവാണ്. ഇത് റംബൂട്ടാൻ, മാംഗോയിസ്റ്റീൻ. ഇത് മാംഗോയിസ്റ്റീനാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുന്നത്. ദെൻ നമ്മൾ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഞാൻ വാങ്ങിയ ആന്തൂറിയം, ഈ സംഭവമാണ് ഞാൻ സെലക്ട് ചെയ്തത്. പിന്നെ ചട്ടിക്കുരുമുളക്, പിന്നെ ഞാനൊരു മൂൺഷൈൻ എന്ന് പറഞ്ഞൊരു തൈ വാങ്ങിയിരുന്നു. അവിടെ കൂടുതലായിട്ടും ഈ ഒരു സംഭവം ഞാൻ കണ്ടു. ലക്കി ബാമ്പുവിൻ്റെ പല മോഡലിൽ ഷേപ്പിൽ വെച്ചേക്കുന്നു. കുറേ വിറ്റ് പോയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം താഴെ ഒരു പെട്ടിയിൽ കുറേ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് പകുതിയും തീർന്ന പോലെ ഉണ്ടോ. ഇതൊക്കെ ഇങ്ങനെ പല ഷേപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് ലക്കി ബാമ്പു. ഞാൻ എന്തായാലും ലക്കി ബാമ്പു ഒന്നും വാങ്ങിയില്ല. ലക്കി ബാമ്പു ഞാൻ വേണ്ടാന്ന് വെച്ചു. എന്നെ സമയത്തോളം അടുത്ത മാസത്തേക്ക് വാങ്ങാനുള്ള ചെടിയാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇനി ഇതാണ് ഞാൻ ഈ സ്വാഗ് എന്ന നഴ്സറിയിലാണ് ഞാൻ പോയിട്ടുള്ളത് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക്